സംഭാവനകളിൽ നിന്നും എൻ്റെ നിലപാടുകളിൽ നിന്നും എനിക്കിപ്പോൾ മാറാനാകില്ല. കാരണം എൻ്റെ ലക്ഷ്യം എന്നെ എൻ്റെ ശാലിനി ഒരുപോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ കാണാനാ. അങ്ങനെ ആവണം എൻ്റെ അമ്മ. മാഡം ACP ഇല്ലേ? പുറത്തു പോയിരിക്കുക. ആ ലോക്കപ്പ് തുറക്ക, എനിക്ക് ഭക്ഷണം കൊടുക്കണം. കൽപ്പിക്കാൻ അവകാശവും അധികാരമുള്ള ആള് തന്നെയാ പറയുന്നത്. ആ ലോക്കപ്പ് തുറക്ക. വിഷ്ണുട്ടാ, വേണ്ടെന്ന് പറയരുത്. ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വിശപ്പില്ല ശാലിനി. ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്തിനാ? വിഷ്ണുവേട്ടൻ തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം നമ്മൾ ആരെയും പേടിക്കണ്ട. വിഷ്ണുവേട്ടൻ ഇവിടുന്ന് പുറത്തിറക്കുമെന്ന് പറയുന്നത് ഞാന്. അത് ഞാൻ ചെയ്തിരിക്കും. വാ ശാലിനി. വിഷ്ണുവേട്ടാ, വാ വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടാ, ഇരിക്ക്. ഇരിക്ക്. ശാലിനി, എനിക്ക് വേണ്ട. അതെ വിഷ്ണുവേട്ടാ, ഒരു ജില്ലയുടെ കളക്ടറാ വിഷ്ണുവേട്ടന് ഭക്ഷണം വാരിത്തരാൻ പോകുന്നത്. കഴിക്കാതിരുന്നുണ്ടല്ലോ. കഴിക്കേ. എനിക്ക് വേണ്ട. വിഷ്ണുവേട്ടാ, കഴിക്കേ. ഓമലേ മണിപ്പൈതലേ ഇടനെഞ്ചിലേ മിടിയേ. അപ്പോ എന്റെ മകന് വിശപ്പുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ്, വലിയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലമാണ് കഴിക്കാതെ എന്റെ മകൻ തിരിച്ചു തന്ന ഈ ചോറ്. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി. മരണത്തിന് പോലും. അപ്പോഴും ഞാൻ ഒപ്പം ഉണ്ടാവും. നമ്മൾ ഒന്നിച്ചിട്ടെ മരണത്തിന് പോലും നമ്മളെ കൊണ്ടുപോകാൻ നോക്കും. താൻ
താൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്ക് കഴിക്കാൻ ഒരുപാട് സമയമുണ്ട്, ഞാൻ കഴിച്ചോളാം. അത് പറ്റില്ല. എനിക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ താൻ തന്നെ തന്നെ മറക്കുക. കഴിക്ക്. എന്റെ വാത്സല്യവും സ്നേഹവും മനസ്സിലാക്കാൻ എന്റെ മകന് കഴിയുന്നില്ല. പക്ഷെ വിശപ്പില്ലെന്നൊന്നും പറഞ്ഞ കള്ളം ഈ അമ്മ വിശ്വസിച്ചു പോയല്ലോ. ഇപ്പൊ മനസ്സിലായി, അതവൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ മകൻ എന്നിൽ നിന്നും അകന്നു. ഞാൻ അകറ്റി, എന്റെ പിടിവാശി അകറ്റി. എന്നും എന്റേത് മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതാഗ്രഹമല്ല, എന്റെ അഹങ്കാരമാണെന്ന് എന്റെ മകൻ എനിക്ക് കാണിച്ചു തന്നു. എന്റെ മോനെ, നീ എന്നോട് എന്ത് കാണിച്ചാലും എന്തൊക്കെ പെരുമാറിയാലും ഒരു പരിഭവമോ പിണക്കമോ ഈ അമ്മയ്ക്കില്ല. കാരണം ഞാൻ നിന്റെ അമ്മയാണ്. അതിനേക്കാൾ വലിയൊരു സത്യമില്ല. ശ്രദ്ധിക്കണം. മനസ്സ് തകരരുത്, തളരുകയും ചെയ്യരുത്. ഇനിയുള്ള നമ്മുടെ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കേണ്ടത് ഈ മനസ്സാണ്. ജീവിതത്തില് ഇതിലും വലിയ നദികൾ നമ്മൾ നീന്തി കയറിയതല്ലേ വിഷ്ണുവേട്ട? ഇത് നീന്തി കയറും, ഉറപ്പ്. ശാരദാമ്മയെ പോലെയാണല്ലോ. എന്താ പ്രാർത്ഥിക്കുന്നേ? വിഷ്ണുച്ചന്റെ കാര്യം തന്നെ സത്യ. എനിക്കും ഉണ്ട് സങ്കടം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ഫ്രണ്ടിനെ കാണാത്തോണ്ട് എനിക്ക് എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് അറിയോ? കാർത്തികേയനെ വിഷ്ണുച്ചൻ അല്ല കൊന്നതെന്ന് കോടതിക്ക് മനസ്സിലാവണം. എന്നാലേ വിഷ്ണുച്ചനെ വെറുതെ വിടൂ. അതിനെന്താ ഒരു വഴി? നല്ലോണം മനസ്സ് നൊന്ത് ഈശ്വരനെ വിളിച്ചാ മതി. ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ വിളിച്ചാ വിളിപ്പുറത്താണെന്നാ പറയുന്നത്. പക്ഷെ വിളിക്കണം. ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? നമുക്ക് ഇവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. വെറുതെ പ്രാർത്ഥിച്ചാലൊന്നും ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവാൻ കേൾക്കില്ല സത്യേ. പിന്നെ എന്ത് വേണമെന്നാ പപ്പി പറയുന്നത്? ഇവിടെ ചെറിയ ചില വഴിപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാ. എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്കൊരു കൈ നോക്കാം പപ്പി. എന്തായിരിക്കും ചെയ്യേണ്ടത്? അതിപ്പോ ആരോടോ ഒന്ന് ചോദിക്കാം. നമുക്ക് ഈ സ്വാമിയോട് ചോദിച്ചാലോ? മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന്. ആ, അത് ശരിയാ. ഈ സ്വാമി പറയുന്ന ചെയ്താ മതിയല്ലോ. ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. സ്വാമി, ഒന്ന് നിൽക്കാവോ? ഒരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യ മക്കളെ? എന്ത് കാര്യ ചോദിക്കാനുള്ളത്? ഇവിടുത്തെ ക്ഷേത്രത്തെ കുറിച്ചാ. കൊള്ളാമല്ലോ, മിടുക്കികളാണല്ലോ. ഈ പ്രായത്തിലെ ക്ഷേത്രത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമേ മനസ്സ് നിറഞ്ഞു മക്കളെ.
ആട്ടെ, എന്താ അറിയണ്ടേ? മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കാൻ ഇവിടെ നിങ്ങൾ എന്ത് വഴിപാടാ കഴിക്കേണ്ടത്? കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല മക്കളെ. അത് സാധിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഭഗവാന്മാർക്കിടയിലും ആഗ്രഹങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നമ്മൾ നടത്തിയാൽ അവർ പെട്ടെന്ന് നമ്മളിൽ പ്രസാദിക്കും. അങ്ങനെ നോക്കുമ്പോ ശിവഭഗവാനെ ധാരയാ ഇഷ്ടപ്പെട്ട വഴിപാട്. ശിവഭഗവാന്റെ ശിരസിൽ ധാര ഒഴിക്കണം. ഓം നമശിവായ എന്ന് 108 തവണ ഉരുവിട്ട് ജലം ഒഴിക്കണം. അത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും. മന്ത്രം എത്രത്തോളം ഉരുവിട്ട് നിർത്താതെ ധാര ചെയ്യുന്നുവോ അത്ര വേഗം ഫലസിദ്ധി ഉണ്ടാവും. മക്കൾ ആർക്കു വേണ്ടിയാ വഴിപാട് നടത്തുന്നത്? ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാ വിഷ്ണു അച്ഛൻ. ആഹാ, അച്ഛനു വേണ്ടിയാണോ? അപ്പൊ മക്കള് തന്നെയാ നടത്തേണ്ടത്. മക്കള് നടത്തിയ ഫലം ഉറപ്പാ. പോയിട്ട് വരാം മക്കളെ. ആ, വിഷ്ണു അച്ഛനെന്നാ പറഞ്ഞത്, പക്ഷെ മുത്തശ്ശൻ കേട്ടത് അച്ഛനെന്നാ. കുഴപ്പമില്ലെന്നേ, നമുക്ക് പോയി വഴിപാട് നടത്താം. ആ, വാ. അവരോട് ഭക്ഷണം എടുത്തോട്ട് പോകാൻ പറ. എന്റെ മനസ്സിൽ കയറിക്കൂടി ഇഷ്ടക്കേടുകൾ പറിച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണീരിന് ശക്തിയില്ല. അവിടെ ഞാൻ കണ്ടത് എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെയല്ല, മറ്റാരോ ആണെന്ന് തോന്നി. കാരണം എന്റെ മകനാണെങ്കിൽ അവൻ എന്നെ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ചെറുപ്പത്തിൽ അമ്മയെന്ന് വിളിക്കുമ്പോഴുള്ള സ്നേഹം എനിക്കവന്റെ വിളിയിൽ നിന്ന് നഷ്ടമായതുപോലെ തോന്നുന്നു. എന്നെ ഇപ്പൊ അവന് കാണുക പോലും വേണ്ട. കാർത്തികെ അവൻ തന്നെ കണ്ടെത്തിക്കൊണ്ടുവന്നതല്ലേ, എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയില. എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാ. ഈ അമ്മ കേസും കോടതിയും ലോക്കപ്പും എല്ലാം ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും എല്ലാം ഈ അമ്മ കാരണം. എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ മതിയല്ല. ഞാനായിട്ട് തന്നെ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തി. ഇനി എനിക്ക് അവനെ എന്റേത് മാത്രമേ കിട്ടണമെങ്കിൽ അവനെ ഈ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ നിയമത്തിന്റെ ഒരു ഇരുമ്പുകൂട്ടിലും കടത്താതെ അവനെ പുറത്തു കൊണ്ടുവരണം. അതിനെന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ എനിക്ക് ചെയ്യണം. എന്റെ കുഞ്ഞ്, എന്റെ വിഷ്ണു, എന്റെ മോൻ, സ്നേഹത്തോടെ എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മകൻ കൂടെ വേണമെന്നുള്ള അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹം. ഞാൻ വിളിച്ചിരുന്നു മിസ്റ്റർ വിനോദ്. അതെ മാഡം, എന്നെ തന്നെ മാഡം വിളിച്ചത്. ആ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വിനോദിന് പറയാൻ പറ്റൂ? പെട്രോളും മറ്റെന്തൊക്കെയോ വേഗത്തിൽ കത്താൻ സഹായിക്കുന്ന ദ്രാവകം ഉപയോഗിച്ചുള്ള കരുതിക്കൂട്ടിയുള്ള കത്തിക്കലായിരുന്നു മാഡം അത്. ഒരു രീതിയിലും ഒരു തെളിവും കിട്ടരുതെന്ന് ചെയ്തവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയുള്ള ഒരു എവിഡൻസും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മരണപ്പെട്ടത് ആരാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ ഇല്ല മാഡം. ഇനി പോലീസ് സർജന്റെ റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലും പറയാൻ കഴിയും. എന്തായാലും ചെയ്തവർ നിസ്സാരക്കാരല്ല. അവർക്ക് തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. യെസ്, ചെയ്തിരിക്കുന്നത് പണി അറിയാവുന്ന ക്രിമിനലുകൾ തന്നെയാണ്. കൃത്യമായി ശരീരഭാഗങ്ങൾ കത്തിത്തീരുന്നതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഒന്നും ബാക്കി വയ്ക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതായത് നിയമത്തെ കീറി മുറിച്ച് വിശകലനം ചെയ്യാൻ കഴിവുള്ളവർ. അവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതൊരു പെൺകുട്ടിയുടേത് തന്നെയല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ.
അങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കില്ല. എനിക്കിവിടുത്തെ സർജനുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരും. ഓഫ് കോഴ്സ്, ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. എന്താ ഡോക്ടർ വരുന്നുണ്ട് മാഡം. വിനോദേ, ഒരല്പം മുമ്പ് ഞാനൊരു റിപ്പോർട്ട് തന്നില്ലായിരുന്നോ? അത് കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ഡോക്ടർ, ഇത് ശാലിനി മാഡം, ജില്ലാ കളക്ടറാണ്. ഹലോ മാഡം, വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വേണ്ട, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കരിഞ്ഞു എന്ന് പറയുന്ന ബോഡിയിൽ നിന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ? ഈ തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും? പ്രത്യക്ഷത്തിൽ ഒരു സാധ്യതയുമില്ല. കാരണം നന്നായി ദഹിപ്പിച്ചതും ജീർണിച്ചതുമായ മനുഷ്യന്റെ അസ്ഥി അവശിഷ്ടങ്ങളിൽ നിന്നും ഫോറൻസിക് DNA വിശകലനം സാധ്യമല്ല. എങ്കിലും DNA എക്സ്ട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പല്ലുകളിൽ നിന്നും നീളം കൂടിയ എല്ലുകളിൽ നിന്നുമൊക്കെ എവിഡൻസ് കിട്ടിയെന്ന് വരാം. പക്ഷേ അതിന് താമസം ഉണ്ടാകും. ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഡോക്ടർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, മാഡം വിനോദമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. ശരി. പിന്നെ ആ ബോഡി കത്തിക്കരിഞ്ഞു കിടന്നിരുന്നത് ഒരു കാറിലല്ലായിരുന്നു? അതെ. ആ കാറിന്റെ ഡീറ്റെയിൽസും എനിക്ക് വേണം. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട വിനോദിനെ തന്നെ ഞാൻ വിളിച്ചതും അതുകൊണ്ടാണ്. ഓക്കെ മാഡം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽ ഒക്കെ ഞാൻ തന്നോളാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, കരുണയുണ്ടാവണേ. ഞങ്ങളുടെ വിഷ്ണുവച്ചനെ രക്ഷിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിക്കണേ. എത്ര നേരം വേണമെങ്കിലും ഞങ്ങളിൽ നിന്ന് ധാര ചെയ്യാം ഭഗവാനെ. ഞങ്ങളുടെ വിഷ്ണുവച്ചനെ ഒരാപത്തും കൂടാതെ രക്ഷിച്ചു തരണേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, എന്റെ ബിഗ് ഫ്രണ്ട് പാവമാ. ഒരാളെ പോലും ഉപദ്രവിക്കാത്ത സാധുവാ. കരുണ ഉണ്ടാവണം. എത്ര പ്രാവശ്യം വേണമെങ്കിലും വഴിപാട് ചെയ്തു തരാം. എൻ്റെ ബിഗ് ഫ്രണ്ടിനെ കേസിൽ നിന്ന് രക്ഷിച്ചു തന്നാൽ മതി. ഓം നമ ശിവായ. സ്വാമി എന്താ കാര്യമായിട്ട് ഈ ശ്രദ്ധിക്കുന്നത്? കണ്ടില്ലേ, എത്ര വയസ്സുണ്ടാ കുഞ്ഞുങ്ങൾക്ക്? ധാര കോരി പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ? സ്വന്തം അച്ഛനെ ഏതോ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുക രണ്ടുപേരും. ആ കുട്ടികളുടെ അച്ഛന് എന്താപത്താ വന്നത്? അതാ കുട്ടികൾക്കേ അറിയൂ. എന്നാലും ഈ പ്രായത്തിലും അച്ഛൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നില്ലേ? എനിക്കുണ്ട് 3 മക്കള്, 3 ആൺമക്കള്. ഒരാവശ്യം വന്നാൽ വല്ലവരുടെ മുന്നേ കൈ നീട്ടണം. തിരിഞ്ഞു നോക്കില്ല 3 പേരും. കുട്ടികളുടെ അച്ഛൻ ആരായാലും ഭാഗ്യം ചെയ്ത ആളാ, അല്ലേ സ്വാമി? പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ ഇതുപോലെ സ്നേഹനിധികളായ പെൺകുട്ടികളെ കിട്ടിയത്. ഭഗവാനെ, സർവേശ്വര, ഈ കുട്ടികളുടെ അച്ഛൻ ആരായാലും എന്താപത്തിൽപ്പെട്ടെങ്കിലും രക്ഷിക്കണേ. ഇതെൻ്റെ കൂടി പ്രാർത്ഥനയാ.
ഒഴിക്കണോ സത്യം? ഒഴിക്കാനേ അത്രയും പുണ്യം നമ്മുടെ ബിഗ് ഫ്രണ്ടിന് കിട്ടുമല്ലോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വിഷ്ണുവച്ചനെ ഒരാപത്തും കൂടാതെ പുറത്തു വിടണേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.